ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയത്തിൽ വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്തയുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു പട്ടണത്തിൽ ഒരാൾ ദൈവത്തിനോട് ചോദിക്കുകയാണ്, കർത്താവേ, സ്വർഗരാജ്യത്തിൽ എത്ര പേര് പോകും? സ്വർഗരാജ്യത്തിൽ എത്ര പേര് പോകും? പക്ഷേ മെഷിയാൻ തമ്പുരാൻ സ്വർഗത്തിൽ എത്ര പേരല്ല കടക്കുന്നത് എന്ന പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പറയുന്ന ചോദ്യം നമുക്ക് ഏവർക്കും അറിയാം. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായി ഇടുങ്ങിയ വാതിലിൽ കൂടെ പോകുക. പക്ഷേ അപ്രകാരമാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇടുങ്ങിയ വാതിൽ എന്ന വില കൊടുത്ത് നമുക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള എൻട്രി കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്ന് പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുക. എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നത്? പ്രത്യേകിച്ച് പരിശുദ്ധ പിതാക്കന്മാരൊക്കെ പറയുന്നത് ഇടുങ്ങിയ വാതിൽ സത്യം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവിത മാർഗമാണ്. അവൻ പറഞ്ഞ വാക്കുകൾ, അവൻ ചിന്തിച്ച ചിന്തകൾ, അവൻ ചെയ്ത പ്രവൃത്തികൾ, സാമൂഹിക നന്മകൾ, ഇവയൊക്കെ ചെയ്താൽ സമൂഹം നമ്മെ ദുഷിക്കും. അപ്രകാരമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇടുങ്ങിയ വാതിലിൽ കൂടെ പോകുന്നത്. പക്ഷേ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് സ്വർഗത്തിൽ പോകാനായിട്ടൊരു ആഗ്രഹം? കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയത് ഒരു ശബ്ദമുണ്ടുള്ളിൽ, ചെറിയ ദൈവത്തിൻ്റെ, നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കർത്താവ് തന്ന ഒരു ശബ്ദം, ഒരു ആഗ്രഹം, സ്വർഗത്തിലേക്ക് പോയി അവൻ്റെ കൂടെ ആകുവാനായിട്ട് ആ ചെറിയൊരു ആഗ്രഹം. അപ്രകാരമാണെങ്കിൽ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സഭ വളരെ പ്രത്യേകമായിട്ട് ഉള്ളൊരു ചിന്തയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാ പിതാവ് ബേസിൽ ദ ഗ്രേറ്റ്, കപ്പദോഷ്യൻ പിതാവ് എന്ന് അറിയപ്പെടും. അദ്ദേഹം ദൈവവേല അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സേവകർ എന്ന് പറയുന്നത് 3 തലങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യമാണ് അടിമകൾ. ഈ അടിമകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ അടിമകൾ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊരു പണിഷ്മെൻ്റ് പേടിച്ചിട്ടാണ്. നരകത്തിൽ പോകുമോ എന്നൊരു ഭയം, അത് മുഖാന്തരമാണ് അവർ സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി ബേസിൽ ദ ഗ്രേറ്റ് എന്ന പിതാവ് പറയുന്നത്, രണ്ടാമതുള്ളത് സേവകർ അല്ലെങ്കിൽ കൂലിക്കാരാണ്. ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ തോട്ടത്തിൽ. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർ നോക്കുന്നത് സ്വർഗത്തിൽ പോയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാർഗത്തിൻ്റെ പിന്നാലെ പോയാൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ എനിക്ക് ലഭിക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവർ സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? മൂന്നാമത്തെ ബേസിൽ പിതാവ് പറയുന്നത് പുത്രന്മാരാണ്. ഈ പുത്രന്മാര് ദൈവത്തെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നും വേണ്ട. സ്വർഗരാജ്യത്തിൽ പോകുന്നത് തന്നെ ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നത്? കാരണം ഇൻകാർണേഷൻ, ദൈവം വന്നത് ഈ ലോകത്തെ രക്ഷപ്പെടുത്തുവാനല്ലേ, ഈ ലോകം ഒരു സ്വർഗം ആക്കുവാനല്ലേ. അപ്രകാരമാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നത്? പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പാതി ദൈവം പാതി എന്നല്ല. പക്ഷേ എൻ്റെ എല്ലാം, എൻ്റെ 100% ദൈവത്തിന്. ദൈവവും എന്നോട് കാണിക്കുന്നത് അവൻ്റെ
100%. ഇന്നത്തെ വിശുദ്ധ എവങ്കേലിയോൻ ഭാഗത്തിൽ ഒരു കോഴി തൻ്റെ ചിറക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 100% ആ ചിറക് നീട്ടുന്നത്. പക്ഷേ മക്കളായ നമ്മൾ അതിൻ്റെ കീഴയിലേക്ക് ഓടിപ്പോകുവാനായിട്ടുള്ള ശ്രമം, അതാണ് നമ്മുടെ 100%. പ്രിയമുള്ളവരെ, ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള രീതി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വാതിൽ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കഷ്ടപ്പാട്, സഹനം എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം അറിയാമോ? ഇതൊന്നും ദൈവരാജ്യത്തിൻ്റെ ഒരു വിലയല്ല. കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ട് എത്ര കഷ്ടപ്പെട്ടാലും ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. കാരണം ഇത് വില കൊടുത്ത് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കണം, നമ്മുടെ പുതുതലമുറയെ മനസ്സിലാപ്പിക്കണം. എന്നാലേ അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ വരത്തുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വരുന്ന ആഴ്ചകളിൽ 10-11 ദിവസങ്ങളിൽ പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് 5-ാമൻ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ്. പഴയ സെമിനാരിൽ വെച്ചാണ് ഈ പെരുന്നാൾ നടത്തപ്പെടുന്നത്. ഈ പെരുന്നാൾ, ഈ പിതാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പള്ളിക്കുടങ്ങൾ ഇല്ലായിരുന്ന ഒരു കാലത്തിൽ 250 മേളിൽ പള്ളിക്കുടങ്ങൾ സ്ഥാപിച്ച് ആ സമയത്ത് ആൺകുട്ടികളെ മാത്രം വിട്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്ത് തിരുമേനി പറഞ്ഞു, ഇല്ല, സഭയുടെ പെൺമക്കളെയും പെൺകുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം, അവർ വലിയതാകണം, എന്നാലേ സഭ വളരൂ എന്നൊരു ബോധ്യത്തോടെയാണ് തിരുമേനി പ്രവർത്തിച്ചത്. പരുമല സെമിനാരി ഒരു സെമിനാരിയായിട്ട് പ്രഖ്യാപിച്ച മെത്രാൻ, അതുപോലൊക്കെ തന്നെ MD സെമിനാരി സ്ഥാപിച്ച തിരുമനസ്. പ്രിയമുള്ളവരെ, ഈ ഓർമ്മ പെരുന്നാളിലൊക്കെ കൊണ്ടാടുമ്പോൾ, പ്രത്യേകിച്ച് പരുമല തിരുമേനി ഇവർക്കൊക്കെ നാം അവരുടെ പെരുന്നാളിൽ സംബന്ധിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ പിതാക്കന്മാർ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പക്ഷേ ഇന്ന് ഈ വേദവാക്യത്തിൽ കൂടെ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം സ്വർഗരാജ്യത്തിലേക്ക് കയറിയാലും നമ്മുടെ വഴി അവിടെ അവസാനിക്കുന്നില്ല. ദൈവത്തോളം വളരുവാൻ എന്ന ആഗ്രഹം, ആ ശബ്ദം അവിടെ അവസാനിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തൃത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ.